നമ്മുടെ മുജാഹിദിന്റെ പള്ളിയിൽ ജുമുഅക്ക് ബാങ്കെത്രയാണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ? അതിന് സനദിന്റെ കുറവുണ്ടോ? പാരമ്പര്യത്തിന്റെ കുറവുണ്ടോ? സഹാബത്തിന്റെ പ്രവർത്തനമല്ലേ? അങ്ങനെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞുവെന്ന് ബുഖാരിയിൽ 916 നമ്പർ ഹദീസല്ലേ? പക്ഷേ ഉസ്മാനു ഫിൽ ജന്ന അലിയും ഫിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിലാണെന്ന് തർക്കമില്ലാതെ പറഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തുടർന്ന് വന്ന അന്ന് മുതൽ ഇന്ന് വരെ മക്കയിലും മദീനയിലും തുടർന്ന് വരുന്ന ലോകത്തുള്ള സർവ്വ രാഷ്ട്രങ്ങളിലും തുടർന്ന് വരുന്ന ഈ 2 ബാങ്ക് എന്തിന് ക്യാൻസൽ ചെയ്തു മുസ്ലിമീങ്ങളെ? ഇവിടെ ഷാദിലി റാത്തീബിനെ സംബന്ധിച്ച് മൗലവി കാണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ റാത്തീബൊക്കെ ഞാനും കാണിക്കാൻ പോകുന്നുണ്ട്. ഞാനതിന് മുമ്പ് പറയട്ടെ, ഷാദിലി റാത്തീബിന്റെ എന്തെല്ലാമാണോ തെളിവേണ്ടതൊക്കെ തരാമല്ലോ, ഇവിടെ ഒരു കുറവുമില്ലല്ലോ. ചോദിക്കട്ടെ, സഹീഹുൽ ബുഖാരിയിൽ 916 നമ്പർ ഹദീസിൽ സ്ഥിരപ്പെട്ടുവെന്ന് സഹാബി വര്യനായ സായിദ് റളിയല്ലാഹു അൻഹുവിന്റെ നാവ് കൊണ്ട് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ആ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന മക്ക മദീനയിലടക്കം നടക്കുന്ന ഈ 2 ബാങ്ക് എന്തിന് ക്യാൻസൽ ചെയ്തു? ഇത് മുസ്ലിമീങ്ങളെ ചോദ്യമാണ്. ഇത് മുസ്ലിമീങ്ങളെ ചോദ്യമാണ്. ഈ ചോദ്യം മുജാഹിദിന്റെ നെഞ്ഞിലേക്കാണ്. നെഞ്ഞത്ത് കൈവച്ചത് കൊണ്ട് ഈ ചോദ്യം അവിടെ തറിക്കുകയില്ലെന്ന് മനസ്സിലാക്കരുത്. ആ കൈ തുളച്ചു കയറുന്ന ചോദ്യമാണ്, നിങ്ങളെ നെഞ്ഞിലേക്കുള്ള ചോദ്യമാണ്. സഹാബത്ത് സ്ഥിരപ്പെട്ടുവെന്ന് പറഞ്ഞ, ബുഖാരിയിൽ സ്ഥിരപ്പെട്ടുവെന്ന് റിപ്പോർട്ട് വന്ന 2 ബാങ്ക് എന്തിന് ക്യാൻസൽ ചെയ്തു മുജാഹിദേ? ഇത് മുസ്ലിം സമുദായത്തിന്റെ ചോദ്യമാണ്. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, യഹൂദികൾ അവർക്ക് നിങ്ങളെ പിഴപ്പിക്കൽ ഉദ്ദേശമാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ ഖുർആൻ നിങ്ങളെ മുൻഗാമികളെ നിങ്ങൾ അവരുടെ ചര്യ നിങ്ങൾ പിന്തുടരും. അഥവാ ആരുടെ സഹാബത്തിൽ അതാ ചോദിക്കുന്നു നബിയോട്, ചാണിന് ചാണായി മുഴമിന് മുഴമായി പിന്തുടരും ഈ സമുദായത്തിൽ ചിലരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, അൽ യഹൂദ വന്നസാറ, യഹൂദികളെ ആണോ നബിയെ, നസാറാക്കളെ ആണോ നബിയെ? അപ്പൊ നബി തങ്ങളെ ചോദ്യം പിന്നെ ആരെയാണ്? യഹൂദികളെ തുടരും, നസ്രാനികളെ തുടരും. ചോദിക്കട്ടെ, ഏത് യഹൂദിയാണ് മുസ്ലിം ഉമ്മത്തിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി, മുസ്ലിങ്ങളുടെ പള്ളികളിൽ തർക്കമുണ്ടാകാൻ വേണ്ടി, മുസ്ലിം പള്ളികൾ പൂട്ടാൻ വേണ്ടി? നമ്മുടെ അനുഭവമല്ലേ ഇപ്പൊ ഇങ്ങോട്ടായി പള്ളി 30 കൊല്ലം പൂട്ടിയിട്ടിട്ട് പശു കയറി മൂത്രമൊഴിച്ചില്ലേ? എന്തായിരുന്നു തർക്കം? സഹാബത്ത് നടപ്പാക്കിയ 2 ബാങ്ക് ജുമഅക്ക് പറ്റുമോ ഇല്ലേ എന്നതായിരുന്നില്ലേ തർക്കം? ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി യഹൂദികൾ നിങ്ങൾക്ക് എന്താണ് തന്നിട്ടുള്ളത് മൗലവിമാരെ? എന്താണ് തന്നതല്ലെങ്കിൽ സഹാബത്തിനെ പിന്തുടരാതെ ഏത് ദീനാണ് നിങ്ങൾക്ക് കിട്ടിയത്? അല്ല, സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് വാദമുണ്ടോ? മക്കയിലും മദീനയിലും ഇപ്പോഴും അത് നടക്കുന്നില്ലെന്ന് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് തുറന്നു പറയൂ. നിങ്ങൾക്ക് ഏത് കളവും പറയുന്നതിന് നാവിനൊരു മടിയുമില്ലല്ലോ. പുത്തൻ പള്ളിയിലെ ജുമുഅക്ക് മൈക്കുണ്ടെന്ന് പ്രസംഗിച്ച കക്ഷിയല്ലേ ഇവിടെ വന്ന് പ്രസംഗിച്ചത്? ഈ നാദാപുരത്ത് നടക്കുന്ന പുത്തൻ പള്ളിയിലെ ജുമുഅക്ക് മൈക്ക് വെച്ചിട്ടാണ് ഖുതുബ ഓതുന്നതെന്ന് നാദാപുരത്തുനിന്ന് പച്ചക്കള്ളം പറഞ്ഞ മൗലവിയല്ലേ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്? ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു കള്ളം പറയാൻ ധൈര്യമുണ്ടോ? മക്കയിൽ 2 ബാങ്കില്ല, മദീനയിൽ 2 ബാങ്കില്ല, ബുഖാരിയിൽ അങ്ങനെ ഒരു ഹദീസില്ല എന്ന് പച്ചക്കള്ളം പറയാൻ ധൈര്യമുണ്ടോ? ഇനി നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ പറയട്ടെ, നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ഏത് വിഷയം വന്നാലും അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് പാരമ്പര്യത്തിലൂടെ കിട്ടിയ മതമാണ്. ആ മതത്തെ പിന്തുടരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പവർ തന്നെ.
അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, സഹാബികളെ തുടരണമെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ ലോക ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. അതെന്താണ്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മുജാഹിദിന്റെ ചേരിയിൽ നിന്നുകൊണ്ടോ, ജമാഅത്തെ ഇസ്ലാമിയുടെ ചേരിയിൽ നിന്നുകൊണ്ടോ, ചേകനൂറിന്റെ ചേരിയിൽ നിന്നുകൊണ്ടോ, ഖാദിയാനിയുടെ ചേരിയിൽ നിന്നുകൊണ്ടോ, അല്ലെങ്കിൽ വേറെ കള്ളത്തരീക്കത്തിന്റെ ചേരിയിൽ നിന്നുകൊണ്ടോ, ഏത് ചേരിയിൽ നിന്നുകൊണ്ടാണെങ്കിലും ശരി, മുൻഗാമികൾ നടന്നു വന്നതിനെ ചോദ്യം ചെയ്യുന്ന കക്ഷികളോട് പറയട്ടെ, നിങ്ങൾ സംസാരിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണേ. അത് പേരോടിന്റെ ഉപദേശമല്ല, നിങ്ങളെയും എന്നെയും പടച്ച റബ്ബിന്റെ ഉപദേശമാണ്. അറിയാത്തത് പറയാൻ പോകരുത്, അറിയാത്തത് പിന്തുടരരുത്. ഇന്നൽ ബസറ വൽ ഫുആദ, കാരണം കാതും കണ്ണും മനസ്സും കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, ഇതെല്ലാം അത് പടച്ച റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയൂല, കാതുകൊണ്ട് എന്തും പോയി കേൾക്കാൻ പറ്റൂല, മനസ്സുകൊണ്ട് ഏതും സ്വീകരിക്കാൻ പറ്റൂല. മറിച്ച് എല്ലാം റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. ഇത് ഞാനിതാ എല്ലാ തെറ്റിദ്ധരിച്ച മുസ്ലിമീങ്ങളോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അല്ലാഹു ജല്ല ജലാലുഹു അവൻ പൊരുത്തപ്പെട്ടത് മാത്രം അവൻ തന്ന നാവ് കൊണ്ട് സംസാരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.